അസ്സലാമലൈക്കും. ഇന്നിപ്പോ മാറ്റി ഇങ്ങോട്ട് കൂടെന്ന് വിചാരിച്ചാല് നമ്മളെ ചെങ്ങായിക്ക് ഇന്നലെ ഇവിടെ കടക്കാട്ടോ വലിയൊരു പാമ്പേഴ്സൊക്കെ ഇട്ടിക്കണ്. അപ്പൊ ഇനി മാറ്റിയിട്ടില്ല, കുപ്പായൊക്കെ ഇവിടെ എടുത്ത് വെച്ചിക്കണ്. അത് ചെറിയ കുപ്പായം ഇപ്പൊ ഇടാൻ പറ്റിയ കുപ്പായല്ലേ? കുഞ്ഞു കുപ്പായം ഇപ്പൊ കറക്റ്റ് ആയിക്കാരം. കുറച്ച് കഴിഞ്ഞാൽ കൊള്ളൂല, അടുത്താക്കെടുത്തക്ക നമുക്ക് പിന്നെ ഒന്നും കേടത്തണ്ട. കുഞ്ഞു കുപ്പായം. അപ്പൊ കാക്ക അവിടെ കുട്ടീനെ കളിപ്പിച്ചു കേട്ടോ. അപ്പൊ ഏതായാലും ഓനെ ഒരു ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. പിന്നെ പറയും എനിക്കിങ്ങനെ നോക്കാനും വരും ഗ്യാസിലുണ്ട് ഓക്കാൻച്ചിലുണ്ട്. അതിന്റെ കാര്യം ഒന്ന് പറയണം. മഞ്ഞ ഇതുവരെയായിട്ട് ശരിക്കും കണ്ണിന്ന് പോയിട്ടില്ല. വെയില് രാവിലെയും വൈകുന്നേരം പോക്കയിലായിട്ടും വരുന്ന വെയിലുണ്ട്, പക്ഷെ മാറിയിട്ടില്ല. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ ഒന്ന് ചോദിച്ചു നോക്കാം. എവിടെ ചുങ്കത്രയാണ് പോണത്, ഞാനും ഓളോട്ടെ പോണത് പറഞ്ഞിട്ട് ഉമ്മ കാണും. അപ്പൊ ഏതായാലും പോയോക്കട്ടെ. വല്യപ്പാന അല്ല കുട്ടിനെ മാറ്റാണ്ട് ചെങ്ങായി പോയെന്ന വെല്ലിപ്പായത്. ചെങ്ങായി വെല്ലിപ്പ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏതായാലും നമ്മളെ കുട്ടിക്ക് കുപ്പായം കാര്യമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. വണ്ടി ഓളിവിടെ കുത്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയ തിരക്കില്ലാന്ന് വിചാരിച്ചു. കുഞ്ഞു കുട്ടിയായതുകൊണ്ട് നാട്ടിൽ കയറ്റുന്നത് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെ ചെങ്ങായി ഇവിടെ രണ്ട് ഉണങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് പോയോക്കാം. ഇങ്ങനെ നമ്മളിവിടെ ഹോസ്പിറ്റലിലെത്തി. നമ്മളിവിടെ ഹോസ്പിറ്റലിലെത്തി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഇപ്പൊ ഉള്ളത്. സംബന്ധിച്ച് രാത്രി അവിടെ ജാബി ഡോക്ടർ റൂമിൽ പോയാലും വേണം. അത്യാവശ്യം ഭയങ്കര തിരക്ക്. രാത്രി 10-11 ആവും എത്താന്. അപ്പൊ ഇവിടെ ലാസ്റ്റ് 11:30-12 ആ നേരത്ത് വന്നാല് ലാസ്റ്റ് എളുപ്പം കാട്ടി വേഗം പോവാ. പോയേക്കല്ലേ ടോക്കൺ നമ്പർ ടോക്കൺ എടുക്കാം. ടോക്കണും കാര്യമൊക്കെ ടോക്കൺ വേണ്ടല്ലോ. ഇതെടുക്കണം, ചീട്ട് എടുക്കണം. നമ്മള് ഓനെ തൂക്കി. അപ്പൊ ഓന് ഹോസ്പിറ്റലിൽ പോന്നപ്പോ 280 280 ഉള്ളേരി. അപ്പൊ നമ്മൾ ഇന്ന് തൂക്കിയപ്പോ ടർക്കില്ലാതെ കുപ്പായിട്ടാ തൂക്കിയത് 2,200 ചില്ലാനുണ്ട്. അപ്പൊ 2,600 കൂട്ടിയാതി. വെള്ളിപ്പാതിന് വള്ളൊക്കെ കുളിപ്പിച്ച് സോപ്പൊക്കെ തേച്ച് എല്ലാം എണ്ണയും ഇതൊക്കെ തേച്ച് ഒന്നും കാട്ടില്ലേ നമ്മള്. ഞങ്ങളിങ്ങനെ പറയും മുഖമൊക്കെ ചെറുങ്ങനെ ഉണ്ടായിക്കണ് അങ്ങനെയൊക്കെ പറയലുണ്ട്. അപ്പൊ ഏതായാലും ഉണ്ടായി. ഇനി നമുക്ക് ഓരോന്ന് കാട്ടാൻ പോകാം. അവിടെ നല്ല തിരക്കുണ്ട്, കേറ്റോന്ന് അറിയില്ല ഇടയില്. നമുക്ക് ആക്കമ്പോലെ ഇരുന്ന് പോകാം. ഏതായാലും കൊറേ തിരക്ക് പോയിക്കണ് ലാസ്റ്റ്ക്ക് വന്നോണ്ടേ. ഞാൻ ഡോക്ടർ നീച്ച് ചെലപ്പോ നേരത്തെ കയറ്റിയേക്കാം. നമുക്ക് ചോദിച്ചു നോക്കാം. ആട്ടിട്ടില്ലെങ്കിൽ കേറാ. അങ്ങനെ ഇരുന്ന് കാത്തിരുന്നിരുന്ന് നമ്മളിവിടെ കുറച്ചേരം ഇരുന്നപ്പോഴാണ് ഡോക്ടർ ചായ കുടിച്ചാൻ പോയി തോന്നുന്നു. മുന്നിൽ കയറാമായിരുന്നു, പക്ഷെ മുന്നിൽ കയറുന്ന വർത്താനം വന്നപ്പോ മുന്നിലെക്കണോലെ മുഖം എല്ലാരും കയ്യിലും ചെറിയ കുട്ടികളാണ്. കഴിഞ്ഞാന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ വിരാത്ത കാര്യങ്ങൾ വാങ്ങി നല്ല ചേക്കാണ് കയറി. പിന്നെ ടോക്കൺ അനുസരിച്ച് കയറില്ല. അപ്പൊ ബേക്കത്തോട്ടൊക്കെ പറയുന്നത് എല്ലാരും പറയും നിങ്ങൾ കയറിക്കൂടെ, ചെറിയ കുട്ടിയല്ലേ കുഞ്ഞു കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്നത്. എന്നാലും അമ്മക്ക് ഒരാളത് ഇതാക്കിയിട്ട് അമ്മക്കത് മാറ്റണം. അല്ലെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല, പക്ഷെ ഡോക്ടർ ഇല്ല. ഞങ്ങളത് കേറുന്നില്ല. ആകെ 6 ആൾക്കാരുള്ളൂ. പക്ഷെ വന്നപ്പോ മുതൽ ഈ ആൾക്കാർ തന്നെ അനങ്ങണില്ലാണ്ട്. അല്ലെങ്കിൽ ഒരു ഇതുവാണോ എല്ലാവരും തള്ളിയിട്ട് കണ്ണ് ചുമ്പലൊക്കെ അതിന്റെ ഒരു ഇതങ്ങട്ട് കുഞ്ഞുമാനൊക്കെ ഉണ്ടെങ്കിണ്ടല്ലോ എപ്പൊ കേറി പെരയിലെത്തി വെച്ചാ മതി. പേടിയാണ്. ഓർക്കെന്തായാലും ചടപ്പുണ്ടാവും. പിന്നെ കുട്ടി ഞമ്മളൊക്കെ കൊട്ട തന്നെയാണെങ്കിൽ എന്തോ കുട്ടി ഉണ്ടാകുമ്പോ പിന്നെ അതിനും പാടങ്ങനെ ഞമ്മള് ഉറക്കാണ് കേട്ടോ, അതുകൊണ്ട് വലിയ വിഷയമല്ല. ഒന്നിങ്ങനെ ചിണുങ്ങിയില്ലേ. നൈറ്റ് ഡ്യൂട്ടി ഇല്ലോണ്ട് പകലെല്ലാം ഉറക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. ഷിഫ്റ്റാണ്. നീച്ച് കഴിഞ്ഞാ പോയി. നീച്ച് കഴിഞ്ഞാ പിന്നെ ഇവിടെ പതറിയതൊക്കെ. അപ്പൊ ഒന്ന് കാട്ടി കഴിഞ്ഞ സുഖേന്. വെയിറ്റ് നോക്കിയിട്ട് പിന്നെ ആ പരിപാടി കഴിഞ്ഞ ആദ്യം തന്നെ അല്ലേ. അല്ലെങ്കിൽ അതിനെത്താം പൈച്ചുണ്ട്. പയമ്പൊരിയും ചായമാണോ എന്നിട്ട് തുമ്മിച്ചോണ്ട് ബാക്കിയാരാ തിന്നേ? ഞാൻ ഫുള്ളൊന്നില്ല. ഒന്നല്ല പയമ്പൊരിയും ചായമാണോ? ഇങ്ങനെ ഇരുന്നാ പോയത്. ഓളപ്പൊ കൊങ്ങിക്കണ. ഓള് കൊറേ നേരം മുണ്ടാട്ടം മുട്ടി നിക്കണ. പയമ്പൊരിയും ചായമാണോന്ന്. പാൽ ചായ ഓള് കുടിക്കൂല. ഏതായാലും ഡോക്ടർ വരട്ടെ. ഡോക്ടർ ഇനി പരിസരത്ത് വരൂല തോന്നുന്നു. കൊറേ നേരായി പോയിട്ട്. കാരണം ചായയുടെ കയ്യാല നേരൊക്കെ കഴിക്കണ്. എന്തെങ്കിലും പരിപാടി കഴിഞ്ഞ് പോകും.
സമ്മതിക്കണില്ല. ഒക്കെ കുഞ്ഞു കുട്ടികളാ. കുഞ്ഞു കുട്ടികളെ പറഞ്ഞ ഒരു 5, 6, 4, ചെറിയ 5 കുട്ടി ഇപ്പം തന്നെ മാസമുള്ള. ഉള്ളൂ. ആ പക്ഷെ അറിയാ ഒക്കത്തിരിക്കണ കുട്ടികള്. ഞങ്ങള് വേഗം തൊഴിൽ കയറി പോവുകയാണ്. അല്ല സംഭവം എന്താ വെച്ചാല് നമ്മളെ ബേക്കത്തോലൊക്കെ മുന്നിൽ കയറി പോവാണ്. കുത്തിയപ്പാണ് അതാണ് ഞങ്ങളീ ഞങ്ങള് അവിടെ കുത്തിരിക്കാണ്. നിങ്ങൾക്കിപ്പോ പരിപാടി എടുക്കൂല. ഞാൻ തിരിച്ചു പോട്ടെ. ഓള് ഇത്രയും നേരം വട്ടം ചുറ്റിയില്ല. ശരിയാവില്ല. ഏതായാലും സാറിന് ആദ്യത്തെ ഒന്ന് തോന്നുന്നു. ഞമ്മള് പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അനക്ക് ഇതിനേക്കാരം പ്രത്യേകതല്ലേ. ഞമ്മള് കാത്തുന്ന് ഞമ്മളെ മൈൻഡിലുണ്ടാവും. ഞമ്മള് വരാ വിളിച്ചുമ്പോ ആഹ് എന്തേലും പൊട്ടത്തരം ഉണ്ടാവും. എന്തേലും പൊട്ടത്തരം ഉണ്ടാവുന്നാല് വിളിച്ചാ നിക്കാ. എല്ലാരും നല്ല ചേക്കണ കഴിച്ചു. ഇനി കല്യാണ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിരിക്കുമ്പോ ഒന്നെങ്കിൽ ചോറജ് അല്ലെങ്കിൽ കറി വെച്ച് അല്ലെങ്കിൽ സീറ്റ് അപ്പടം അങ്ങനെയൊക്കെ എന്തേലും ഇല്ലേ. അല്ലെങ്കിൽ എന്തേലും നമ്മള് ഉണ്ടാവും. സ്കൂളിൽ പേര് വിളിച്ചത് എന്തേലുമൊക്കെ പൊട്ടത്തരം. ആ എന്തേലൊക്കെ ഉണ്ടാവും. ഞമ്മളെ മൈൻഡില് ബാക്കി എല്ലാവരും ക്ലിയർ ആക്കാതെ ഏതാ ഡോക്ടർ വരുമോ നോക്കട്ടെ. നോക്കി കൊറേ നേരം ഇരിക്കണ്. ഇനി നോക്കട്ടെ. നോക്കാം. അങ്ങനെയൊക്കെ ഇപ്പൊ സംഭവം കാത്തുന്ന് ഡോക്ടറെ കണ്ടു. സംഭവം എന്താ വെച്ചാല് പിന്നെയും കുത്താൻ മഞ്ഞ് പറഞ്ഞു. തൈറോയിഡും ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 1 മണിയാകുമ്പോൾ ഡോക്ടർ പോകും. പിന്നെ വന്ന് കാട്ടിക്കൊടുത്താൽ മതി. പിന്നെ വന്ന് തൈറോയിഡിന്റെ ആണെങ്കിൽ റിസൾട്ട് കിട്ടണമെങ്കിൽ 3 ദിവസം ആവും. അപ്പൊ ഛർദിയും ഗ്യാസിനെ പറ്റി നോക്കിയല്ലോ. ചിലപ്പോ എന്തെങ്കിലും ഉണ്ടായോണ്ടാവാം. ഓയോ ഇപ്പൊ ഏതായാലും ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണ ചടങ്ങാണ് ഇടങ്ങാറ്. കുത്തി എടുക്കും ഞാൻ. ആ ബ്ലഡ് എടുക്കണ രംഗം ഇവിടെ ആരെ പിടിച്ചെടുക്കുക. ഓലുണ്ടാവോ? ഓലും ഉണ്ടോന്നില്ല. നമ്മള് മടി വെക്കേണ്ടി വരും. അത് സിറിഞ്ചിൽ കൂടെ നമ്മൾ സാധാ ബ്ലഡ് എടുക്കണ അതിൽ എടുക്കണെങ്കിൽ കുഴപ്പമില്ല. അത് ഇവിടെ കുട്ടികളെ ഈ വെയിനല്ലേ കുത്തിങ്ങാട് ഒരു സൂചി കൊണ്ട് നെക്കിപ്പീച്ച് എടുക്കണത് എങ്ങാണ് കാണാൻ വയ്ക്കാത്തത്. അറിയണ്ടോ? ഞാൻ കുറച്ച് സൂചി എത്തുന്ന എന്തെങ്കിലും അറിയണ്ടോ? നല്ല സൂചി കുത്തിയാലൂല്ലേ അതൊന്നും ഉണ്ടാവില്ല വിചാരിച്ചു പോന്ന. വല്ല മരുന്ന് വാങ്ങിയോ? മരുന്നിന് പോന്ന സത്യത്തില്. പിന്നെ മഞ്ഞ ഉണ്ടെങ്കിൽ നമ്മള് അന്ന് ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ നമ്മള് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമ്മള് എടുത്ത് വെച്ചിട്ട് കാര്യമല്ല. ഏതായാലും കുത്തലൊക്കെ കഴിഞ്ഞ് കാണാം അല്ലേ? ഇതെന്ത് സംഭവം വെച്ചാല് ബ്ലഡ് എടുത്തപ്പോ ഭയങ്കര കരച്ചിലിട്ടോ. സൂചത്തിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ വരികയാണ്. ഞാനാണെങ്കിൽ ഇങ്ങനെ നോക്കുക. അതാണെങ്കിൽ പണ്ടാതെ ചോര ചാടണമില്ല. ഞാൻ കൊട്ടി കൊടുത്തത് കരച്ചില് കൂടിട്ട് ഞങ്ങള് മതി പറഞ്ഞാണ്. ബ്ലഡ് വരണ ഒറ്റ കിട്ടിയിട്ട് വേണ്ടേ. തൈറോയിഡിന് അത്യാവശ്യം ബ്ലഡ് വേണം പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആദ്യം നമുക്ക് ഇതിന്റെ കുത്തിന്റെ ഊക്ക് ശരിക്കും അറിയാൻ പറ്റും. അന്ന് നമുക്ക് അങ്ങോട്ടേക്ക് ഇതാണെങ്കിൽ പീച്ചെടുക്കുക. ഓന് ആവുന്നൂറ് ചോര ഒത്തുന്നൂറ് മാറിയിട്ടില്ല. ലാസ്റ്റ് മതി പറഞ്ഞാണ്ട് ഇനി ബ്ലഡ് ഉണ്ടാകുമല്ലോന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മള് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റിസൾട്ട് എപ്പോഴാ കിട്ടാന്ന് ചോദിച്ചപ്പോ 2 മണിക്കൂർ കഴിയും. 2 മണിക്ക് 2:30 ആവും. 1:30 ആയിട്ടുള്ളൂ. ആവണുള്ളൂ. അപ്പൊ ടൈമുണ്ട്. അപ്പൊ അളയാക്ക് ഇവിടെ അടുത്താണ് പണിക്കുള്ളത്. അപ്പൊ അളയാക്ക് ചോറിനാ വരുമ്പോ വാങ്ങാൻ പറയണം. മോനേറ്റ് ഇങ്ങനെ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അത്ര നല്ലതാണ്. അപ്പോൾ ചായ കുടിച്ചാൽ പോകാന്നൊക്കെ ഓള് പറഞ്ഞിരിക്കുന്നു. പോകണ്ട. വരുന്നില്ല. കാരണം ഒന്നാമത് നമ്മൾ മറ്റേതൊന്നും ഇഷ്ടത്തില്ല. ഒറ്റയ്ക്ക് വന്ന് പോകാന്നുള്ള മൈൻഡിൽ വന്നാണ്. ഓട്ടോറിക്ഷയിലും പാടിയേനെ. അപ്പോൾ കാറ്റൊക്കെ കണ്ടിഞ്ഞൊക്കെ പാട് നിന്ന് കഴിഞ്ഞാൽ നാളെ പിന്നെയും വേണ്ടി വരും. അതിലും നല്ല ഇപ്പോൾ നാളത്തെ കാലത്ത് പെരിയ പോയി ചോറുന്നാ കിട്ടും. നാളെ ആക്കാനോട് വിളിച്ച് പറയും. എന്നിട്ട് നമ്മള് അപ്പൊ കുഞ്ഞുമാനോട് വിളിച്ചോക്കട്ടെ. അവിടെ ചുങ്കത്ര പണി ഉച്ചക്ക് വന്ന് വാങ്ങാന്. അപ്പൊ എന്നാ റിസൾട്ട് ഒന്ന് കിട്ടും. തൈറോയിഡിന്റെ ടെസ്റ്റ് 5 ദിവസം കഴിഞ്ഞിട്ട് വരാനാ. 5 ദിവസം അല്ലേ? നമുക്ക് അങ്ങനെ നോക്കാം. അളിയാക്കാനെ കിട്ടുമോക്കട്ടെ. അങ്ങനെ ഞമ്മളെ ചോറുന്നാലും പരിപാടി കഴിഞ്ഞ് ഞാൻ ആദൂന് ചെറിയാപ്പ് നിലമ്പൂരൊക്കെ ഇരുന്ന് ചെറിയാപ്പൂൻ്റെ ചങ്ങായിനെയും കൊണ്ട്. അപ്പൊ ആദൂന്റെ കാര്യം ചെറിയാപ്പ് മറന്നു വെക്കണം. കുട്ടി നഴ്സറിയിലുള്ള കാര്യം. അപ്പൊ ഞാൻ പോയി ഓട്ടോറിക്ഷയൊക്കെ വിളിച്ച് അപ്പൊ ആദൂനെ പോയി കൊണ്ടുവന്ന്. ഓന് ഫിതോടെ കളിച്ചിട്ടുണ്ട്. എന്താ പണി? ഒക്കെ കഴിഞ്ഞ് കുത്തിരിക്കുക. അപ്പാന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിപ്പോ ഇരിക്കുക. ഇപ്പൊ എല്ലാരും നോക്കാണ്ടായതുകൊണ്ട് ആദ്യം നമുക്ക് അങ്ങനെയല്ല. ഇപ്പൊ ഉപ്പാന്റെ കാര്യം നോക്കുമ്പോ നമുക്കൊന്നും അറിയില്ല.
ഒക്കെ കുറവുണ്ട് കേട്ടോ. ആദ്യത്തിലേറെ കുറവുണ്ട്. ഉസാറായി. അപ്പൊ ഇന്നലെ തറവാട്ടാല് വന്നേ ഉസാറായി എന്ന് വെച്ചാൽ ആയത്തിലാറെ ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഒറ്റക്ക് നടക്കുക കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷെ അവള് പുടിച്ചിനീന്ന് നടക്കണീന് കാല് കിട്ടാതായില് അങ്ങനെ മാറ്റം കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നലെ തറവാട്ടാര് വന്നേന്. അപ്പൊ ഓല് കുട്ടിക്ക് 2 പെരിയിലുണ്ടല്ലേ ഓലിപ്പൊ വാങ്ങി. പാകത്തിന്. പിന്നെ നമ്മളാള് ഇപ്പൊ ഒന്ന് ഇട്ടിക്കണതു ഈ ഒരു കുപ്പായ അല്ലേ. അപ്പൊ എന്താ പറയാ ഇതൊന്ന്. പിന്നെ ഈ ഒരു സെറ്റ് തൊപ്പി ഇത് ഇങ്ങനെയല്ല കേട്ടോ. ഓളെ ചെറിയ മകന്റെ കലാപരിപാടികളാണ് വലിച്ചേറിയ അപ്പൊ ഇട്ടതാണ്. ഷോക്സാള് എന്താ പറയാ ഷോക്സാളും കാര്യമൊക്കെ വാങ്ങിക്കണ്. 2 കൂട്ടം തൊപ്പി ഇങ്ങനെ തലയിൽ ഇട്ടോണ്ട് നമ്മള് തൂക്കല്ലാത്തോണ്ട് ഇതൊക്കെ തലയിൽ വാങ്ങിയോണ്ടാന്ന് അറിയില്ല. കുട്ടി വെയിറ്റ് കൂടിയപ്പോ ഞാൻ അങ്ങനെ ചോദിച്ചു ഡോക്ടറിനോട് ഇങ്ങനെ പുതച്ചു കൂടി നടക്കണോന്ന് ചോദിച്ചപ്പോ അങ്ങനെയൊന്നും കൊണ്ടു നടക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും നമ്മള് ഓളിപ്പൊ തന്നെ റെഡിയാണ്. നമ്മള് ചൂടത്ത് അതിനെ പൊതച്ച് മൂടി ആ കെട്ടിയിട്ടുങ്ങാണ്ട് അതിനെ കൈയൊന്നും നടക്കാൻ വെച്ചാതെ അപ്പൊ ഞമ്മളിവിടെ അയച്ചിട്ടിക്കണ്. അയച്ചിട്ട് കിടക്കാണ്. അപ്പൊ കുറച്ചേരൊക്കെ ആദ്യമൊക്കെ ഇങ്ങനെ ഉറക്കായില്ല. ഇപ്പൊ 10-18 ദിവസം ആയതുകൊണ്ട് പോന്നെ പകലൊക്കെ കണ്ണിങ്ങനെ തുറന്ന് കുറച്ചേരൊക്കെ കിടക്കും. അത് ആ പരിപാടിയെ അറിയില്ല. അതിന് മാറ്റി അന്തിക്കുണ്ടല്ലോ കാണ്ടോലൊക്കെ അന്തിക്ക് വന്ന് കണ്ടാൽ മതി അല്ലേ. ഇന്ന് അന്തിക്ക് കണ്ടാലും മതി കൊച്ചു. അപ്പൊ ഞമ്മളിപ്പോ മഞ്ഞന്റെ റിസൾട്ട് കിട്ടിയാളെയൊക്കെ പോയി നോക്കിനി. അപ്പൊ മഞ്ഞന്റെ റിസൾട്ട് അറിയണ 14.6 ഉണ്ട്. അന്ന് എറണാട് പോയപ്പോ പറഞ്ഞതിന് 15ന്റെ മേലാണെങ്കിൽ അഡ്മിറ്റ് ആണ്. പഠിച്ചോ വിചാരിച്ചിട്ടൊക്കെ പല അവസ്ഥയൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഒന്നിട്ട് കുറച്ചൊന്നും എല്ലാരും ഇതിലും ആ കണക്കാണാവേ. ചില ഹോസ്പിറ്റലില് 15ന്റെ ബോർഡറിന്റെ മേലെ പോയാലാണ് NICUല് ഇടുക. അല്ലെങ്കിൽ വെയിലും കാര്യമൊക്കെ കൊള്ളിച്ചില്ലെങ്കിൽ നമുക്ക് 14 മതിയെന്നാണ് അന്ന് പറഞ്ഞത്. 15ന്റെ താഴെ. ഇത്രയാണെങ്കിൽ വന്ന് അഡ്മിറ്റ് ആക്കില്ലേ. 16 ഇന്ന് ടെസ്റ്റ് ചെയ്തതാണെങ്കിൽ ആക്കൂലല്ലോ. ഇല്ല 15 വരെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ നന്നായി അയാൾ പറഞ്ഞേനെ. പക്ഷെ 15ന്റെ മേലെ ആണെങ്കിൽ ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാന്ന് പറഞ്ഞാന്ന്. അപ്പൊ ഏതായാലും 14 എന്നാലും വെയിലും കാര്യമൊക്കെ കൊള്ളിച്ചണം. അങ്ങനത്തെ കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്. മഞ്ഞണ്ടെങ്കിൽ കുളിപ്പിച്ചാൻ പറ്റൂലല്ലോ. അറിയണോലുണ്ടെങ്കിൽ ഒന്ന് പറയൂ. അമ്മയിനോട് ചോദിച്ചറിയില്ലേ. അമ്മായിക്ക് ഡോക്ടർ ഉണ്ടല്ലോ. അല്ല അറിയണോലുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എങ്ങനെ എന്തേതാന്നൊക്കെ. പിന്നെ മഞ്ഞളെ കുളിപ്പിച്ചാൻ പറ്റുമോന്ന് അറിയില്ല. ഓളൊക്കെ കുളിപ്പിച്ച അതിന് മുട്ടിക്കാണ്. കുളിപ്പിച്ചാലെ കുട്ടികളൊക്കെ നന്നാവുള്ളൂ. പിന്നെ ഇത് എന്ന് ഇതാക്കിയതാ ടച്ച് കൊണ്ട് നടന്നാണ്. ഉണ്ടോ ഞാൻ കുളിച്ചൂല. ചെങ്ങായിയെ ആരെന്നെ സൂചുത്തിയേ ഓരോട് പറഞ്ഞളാ. എന്നെ സൂചുത്തീ പറഞ്ഞളാ. കുട്ടികളൊരവസ്ഥ ആരോടാ പറയല്ലേ. നിന്നോർക്ക എന്തിനായാലും നിന്നോർക്ക അല്ലേ. ചെങ്ങൾക്ക് അറിയുള്ളൂ. അല്ല എന്താ അറിയാം. പാവാണ്. ഈ പ്രായത്തെ കുട്ടികളെ കൊണ്ട് കളിയണോല് കടല് സമ്മതിച്ചെന്നിട്ട് അങ്ങനത്തെ എന്ത് ചെയ്താലും ഇങ്ങനെ കടക്കാന്നല്ലാതെ ഓലും കൊണ്ടൊന്നും പറ്റൂലല്ലോ. ഹലോ ഇന്നത്തെ വീഡിയോ അതിന്റെ പകല്ലേ. അതിന് അടുത്ത വീഡിയോയില് കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.